ജബൽപൂരിൽ അതിക്രമത്തിനിരയായ വൈദികന്റെ വീട്ടിൽ ജോസ് കെ മാണി എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ വീട്ടുകാരെ കണ്ട് സംസാരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങി മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ബറാംപൂരിലുള്ള ജില്ലയിൽ ഒഡീസയിലുള്ള ആ പ്രദേശത്തെ ദേവാലയത്ത് ജോഷി ജോർജ് അച്ഛൻ്റെ വീടാണ്. അച്ഛൻ്റെ സഹോദരനാണ് ഇവിടെ നിൽക്കുന്നത്. അതും ലക്നൗവിലാണ് അച്ഛൻ്റെ സ്ഥലവും ഇടവക. അപ്പോൾ അവിടെ ഒരു കാരണവുമില്ലാതെ പള്ളിയിൽ കയറി അവിടെയുള്ള വിശ്വാസികളെ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വിശ്വാസികളെ, അതും മാത്രമല്ല അവിടെ ഭരണഘടനയെ സംരക്ഷിക്കേണ്ട ആളുകൾ, അവിടെ പോലീസ് വന്ന് അവരെ തല്ലുകയും ക്രൂരമായി മർദ്ദിക്കുകയും അതുകൂടാതെ വൈദികനെ അടിക്കുകയും ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ജബൽപൂരിൽ ഇത് സൂചിപ്പിച്ചു. അവിടെയും എനിക്ക് തോന്നുന്നു ജൂബിലിയുമായി ബന്ധപ്പെട്ടുള്ള ഇതിലാണ് സംഭവം നടക്കുന്നത്. അവിടെയും വീണ്ടും അവിടെ വൈദികനെ മർദ്ദിക്കുകയൊക്കെ ഉണ്ടായി. അപ്പോൾ ഇത് പലപ്പോഴും പലതും റിപ്പോർട്ട് ചെയ്യാതെ തന്നെ വടക്കേ ഇന്ത്യ പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുകയാണ്. അപ്പോൾ തീർച്ചയായും ഇപ്പം മണിപ്പൂരിൽ ഉണ്ടായി. നമുക്കറിയാം ഇതെല്ലാം ഒരു നമ്മൾ കാണുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ കൾച്ചറൽ പ്ലൂരാലിറ്റി പലപ്പോഴും ഭാരതം എന്ന് പറയുമ്പോൾ, ഇന്ത്യ എന്ന് പറയുമ്പോഴുമൊക്കെ പല മതങ്ങളും പല വിശ്വാസങ്ങളും പല ആചാരങ്ങളും പല സംസ്കാരവും ഉള്ളതെല്ലാം ഒരുമിച്ച് പോകുന്നത് ഒരു അത്ഭുതമായിട്ടാണ്. കാരണം അത് ആ ഭരണഘടനയാണ് അതിനെ പിടിച്ചു നിർത്തുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ആ ഭരണഘടനയെ ഇന്ന് തകർക്കുന്ന രീതിയിൽ പല മേഖലകളിലായി തിരിച്ചുകൊണ്ട് ഇന്ന് ചിലരുടെ ആളുകളാക്കി മാറ്റി ജീവിക്കാൻ സമ്മതിക്കില്ല, വിശ്വാസം അർപ്പിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള രീതിയിലേക്ക് പോവുകയാണ്. തീർച്ചയായും ഇത് അതാത് സംസ്ഥാനങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി ഈ കാര്യങ്ങൾ കാണേണ്ടതാണ്. ഇത് ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, വളരെ ആസൂത്രിതമായി പല സംസ്ഥാനങ്ങളിലും നടന്നു വരുന്നു. അതുകൊണ്ട് ഇത് വളരെ ഗൗരവത്തിൽ തന്നെ കാണും. അതാത് സംസ്ഥാനങ്ങൾ അത് ഒരുമിച്ച് നിന്ന് ഇതിനെ ചേർത്ത് തോൽപ്പിച്ചേ പറ്റൂ. അവർക്കെതിരെ പോലീസ് തന്നെ ഈ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ നിയമങ്ങൾ ലംഘിക്കുന്നു എന്ന് പറയുന്നത് വളരെ കേട്ടുകേൾവിയില്ലാത്ത സ്ഥലത്ത്. അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് കുറ്റക്കാരെ നമുക്ക് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് അത് മാതൃകാപരമായിട്ട് ശിക്ഷിക്കുകയും കൂടെ വേണം എന്നുള്ളതാണ് അഭിപ്രായം. സഭയ്ക്കുള്ളിൽ വഖഫ് നിയമം കൊണ്ടുവന്ന് ക്രൈസ്തവർക്ക് അനുകൂലമാണെന്ന് പറയുന്നത് പുറത്ത് ഇത്തരത്തിലുള്ള അക്രമങ്ങൾ നടത്തും. ഒരു ഇരട്ടത്താപ്പാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്. ഇത് ഏതെങ്കിലും ഒരു സഭയായിട്ട് ബന്ധപ്പെട്ടുള്ള, ഇപ്പം വഖഫുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ കേരള കോൺഗ്രസ് ഒരു നിലപാടെടുത്തിട്ടുണ്ട്. ആ നിലപാട് എന്ന് പറയുന്ന ഏതെങ്കിലും സഭയോ സമുദായവുമായി ബന്ധപ്പെട്ടല്ല. അവിടെ ചില കാര്യങ്ങൾ നമ്മൾ പിന്തുണ കൊടുത്തു, ചില കാര്യങ്ങൾ അതിനെ എതിർക്കുകയുണ്ടായി. പിന്തുണ കൊടുത്തു എന്ന് പറയുന്നത് സാധാരണക്കാരനായ ഒരാൾക്ക് നീതി ലഭിക്കുവാൻ വേണ്ടി ആ ഒരു കോടതിയെ സമീപിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടനയിലുണ്ട്. അപ്പോൾ അത് ഇല്ലാതെ വന്നത് ഒരു നിയമത്തിലാണ് ഉണ്ടായത്. അപ്പോൾ ആ നിയമത്തിലൊരു ഭേദഗതി ആണ് സൂചിപ്പിച്ചത്. അതേതെങ്കിലും ഒരു സമുദായവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു നീതി ലഭിക്കണം. പ്രത്യേകിച്ച് മുനമ്പുമായി ബന്ധപ്പെട്ടുള്ള ആ സംഭവത്തിലാണ് അത് പ്രധാനമായും ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് അത് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മുടെ രാജ്യത്ത് എവിടെ കണ്ടാലും, അത് ഒരു സമുദായം എന്നുള്ളതല്ല, പക്ഷെ എവിടെ കണ്ടാലും എന്നെ ചെറുത്ത് തോൽപ്പിക്കണം, ജനങ്ങൾ ഒരുമിച്ച് നിൽക്കണം. വലിയ ജബൽപൂരിൽ അതിക്രമത്തിനിരയായ വൈദികന്റെ വീട് സന്ദർശിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ജോസ് കെ മാണി.